ചവിട്ടിമരിക്കാൻ നോക്കണ്ട, ചവിട്ടിമരിക്കാൻ നോക്കണ്ട, ചവിട്ടിമരിക്കാൻ നോക്കണ്ട, ചവിട്ടിമരിക്കാൻ നോക്കണ്ട. ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല, ഇല്ല ഇല്ല അനുവദിക്കില്ല. MSF അനുവദിക്കില്ല, MSF അനുവദിക്കില്ല, MSF അനുവദിക്കില്ല, MSF അനുവദിക്കില്ല. താക്കീതാണിത് താക്കീത്, താക്കീതാണിത് താക്കീത്, താക്കീതാണിത് താക്കീത്, താക്കീതാണിത് താക്കീത്. MSF താക്കീത്, MSF താക്കീത്, MSF താക്കീത്. MSF താക്കീത്. ആരിത് പറയുന്നറിയില്ലേ, ആര് പറയുന്നറിയില്ലേ, ആരിത് പറയുന്നറിയില്ലേ, ആര് പറയുന്നറിയില്ലേ. പാണക്കാട്ടെ പട്ടാളം, പാണക്കാട്ടെ പട്ടാളം, പാണക്കാട്ടെ പട്ടാളം, പാണക്കാട്ടെ പട്ടാളം, CHന്റെ പട്ടാളം, CHന്റെ പട്ടാളം. MSF MSF, MSF MSF, സിന്ദാബാദ്, MSF സിന്ദാബാദ്. മിസ്റ്റർ പിണറായി, ഹലോ മിസ്റ്റർ പിണറായി, മിസ്റ്റർ പിണറായി. ഹലോ മിസ്റ്റർ പിണറായി. നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ, നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജ്വത്തി പോ പുറത്ത്, രാജിവെച്ച് പോ പുറത്ത്, രാജ്വത്തി പോ പുറത്ത്. രാജിവെച്ച് പോ പുറത്ത്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. മോദിക്കൊണ്ടൊരു BMC, മോദിക്കൊണ്ടൊരു BMC. RSS വിടുപണി ചെയ്യാൻ, RSS വിടുപണി ചെയ്യാൻ. താക്കൽ വീണ പിണറായി, താക്കൽ വീണ പിണറായി. ഇനി വരുന്നത് പേടിച്ച്, ഇനി വരുന്നത് പേടിച്ച്. നാട് കുടിക്കും മക്കളെ കാക്കാൻ, നാട് കുടിക്കും മക്കളെ കാക്കാൻ. കേരള ജനതയെ ഒറ്റിക്കൊടുത്ത്, കേരള ജനതയെ ഒറ്റിക്കൊടുത്ത്, കേരള ജനതയെ ഒറ്റിക്കൊടുത്ത്. കേരള ജനതയെ ഒറ്റിക്കൊടുത്ത്. പിണറായി വിജയൻ സർക്കാർ, പിണറായി വിജയൻ സർക്കാര്, പിണറായി വിജയൻ സർക്കാര്. ഇല്ല ഇല്ല മാപ്പില്ല, കേരള ജനത മാപ്പ് തരില്ല, കേരള ജനത മാപ്പ് തരില്ല. MSF MSF, MSF സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം, പ്രതിഷേധം 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 പ്രതിഷേധം. MSF പ്രതിഷേധം MSF പ്രതിഷേധം. സൂചനയാണിത് സൂചന മാത്രം, സൂചനയാണിത് സൂചന മാത്രം, സൂചനയാണിത് സൂചന മാത്രം. സൂചനയാണിത് സൂചന മാത്രം. സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ, സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ രൂപം മാറും. രൂപം മാറും കോലം മാറും, രൂപം മാറും കോലം മാറും, രൂപം മാറും കോലം മാറും. രൂപം മാറും കോലം മാറും. അപ്പൊ പിന്നെ പറയരുതേ, അപ്പൊ പിന്നെ പറയരുത്, അപ്പൊ പിന്നെ പറയരുതേ. അപ്പൊ പിന്നെ പറയരുത്. MSF അക്രമികളെന്ന്, MSF അക്രമികളെന്ന്, MSF അക്രമികളെന്ന്. MSF അക്രമികളെന്ന്. പ്രതിഷേധം 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 പ്രതിഷേധം, പ്രതിഷേധം പ്രതിഷേധം. പ്രതിഷേധം പ്രതിഷേധം. MSF പ്രതിഷേധം, MSF പ്രതിഷേധം, MSF പ്രതിഷേധം. MSF പ്രതിഷേധം. വേദി പറഞ്ഞിട്ടോ, MABI പറഞ്ഞിട്ടോ, പറഞ്ഞിട്ടോ, MABI പറഞ്ഞിട്ടോ, CPI എതിർത്തിട്ടോ, CPI എതിർത്തിട്ടോ, CPI എതിർത്തിട്ടോ. RSSൻ കണ്ണുരുട്ടാന്, RSSൻ കണ്ണുരുട്ടല്, RSSൻ കണ്ണുരുട്ടാന്. RSSൻ കണ്ണുരുട്ടല്. പിണറായി, മുട്ടുവിരച്ചൊരു പിണറായി, മുട്ടുവിരച്ചൊരു പിണറായി. പക്ഷം ചേർന്ന്, സംഘപരിവാർ പക്ഷം ചേർന്ന്, പക്ഷം ചേർന്ന് സംഘപരിവാർ പക്ഷം ചേർന്ന്. PMCയിൽ ഒപ്പുവെച്ച്, PMCയിൽ ഒപ്പുവെച്ച്, PMCയിൽ ഒപ്പുവെച്ച്. PMCയിൽ ഒപ്പുവെച്ച്. സ്കൂളിലെ പുസ്തകമെല്ലാം, സ്കൂളിലെ പുസ്തകമെല്ലാം, സ്കൂളിലെ പുസ്തകമെല്ലാം സ്കൂളിലെ പുസ്തകമെല്ലാം RSSൻ അജണ്ടയാക്കാൻ, RSSൻ അജണ്ടയാക്കാൻ, RSSൻ അജണ്ടയാക്കാൻ. RSSൻ അജണ്ടയാക്കാൻ. പിണറായി മോദി കൂട്ടുകെട്ട്, പിണറായി മോദി കൂട്ടുകെട്ട്, പിണറായി മോദി കൂട്ടുകെട്ട്. പിണറായി മോദി കൂട്ടുകെട്ട്. ഒരേ മനസ്സായി നോക്കുമ്പോൾ, ഒരേ മനസ്സായി നോക്കുമ്പോൾ, ഒരേ മനസ്സായി നോക്കുമ്പോൾ ഒരേ മനസ്സായി നോക്കുമ്പോൾ ഇതിനെതിരായി ഉയരുന്നു, ഇതിനെതിരായി ഉയരുന്നു
കേരളത്തിൽ പ്രതിഷേധം കേരളത്തിൽ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSFിൻ പ്രതിഷേധം MSF സിന്ദാബാദ് MSF സിന്ദാബാദ് MSF സിന്ദാബാദ് MSF സിന്ദാബാദ് ഈ വിഷയത്തിൽ നമ്മൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ്. PFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യൊരുക്കിയിരിക്കുന്ന പിണറായി സർക്കാർ മോദിക്ക് സ്തുതി പാട്ടിയിരിക്കുകയാണ്. മോദിയുടെ ഫോട്ടോ വെക്കാൻ വേണ്ടിയിട്ട് പിണറായി കേരളത്തെ വിദ്യാർത്ഥികളെ പണിയ വെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ ഭാവിയിലേക്ക് ഒരു പക്ഷേ പിണറായിക്ക് വേണ്ടി, പിണറായിയുടെ കുടുംബത്തിന് വേണ്ടി കേരളത്തിലെ സാധാരണക്കാരൻ്റെ വീട്ടിലെ വിദ്യാർത്ഥികളെ അവരുടെ സ്വപ്നങ്ങളെ തച്ചുതകർക്കുന്ന രീതിയിലുള്ള പിണറായിയുടെ ഒന്നേ പറയാനുള്ളൂ, പിണറായിക്ക് മോദിയുടെ ഫോട്ടോ വെക്കണമെന്ന് അത് AK സെന്ററിന് മുന്നിൽ കൊണ്ട് വെച്ചാൽ മതി. വിദ്യാർത്ഥികളെ ഏക്കിലേക്ക് വരണ്ട എന്ന് മാത്രമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു വേണ്ടി യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് പ്രിയപ്പെട്ട UT താൽക്കാലം ക്ഷണിച്ചു. നമുക്കറിയാം, നമ്മൾ ഇത്തരത്തിൽ സമരമായി രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിൽ തന്നെ തകർക്കുന്ന ആ ഒരു രീതിയിലേക്ക് കേരള സർക്കാർ മോദിയുടെ ഒരു പ്രതിപാദനമായി നമ്മുടെ കുട്ടികളുടെ ബ്രെയിനിനെ പണിവെക്കുന്ന, അല്ലെങ്കിൽ ബ്രെയിനിനെ തകർക്കുന്ന രീതിയിൽ സംവിധാനത്തെയാണ് PMRC എന്ന പദ്ധതിയുമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ തെരുവിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കാലങ്ങളായി നടന്നു വന്നിരുന്ന ഈ വിദ്യാഭ്യാസ നയത്തെ തകർത്തുകൊണ്ട് ആ എല്ലാ മേഖലയും കായുവൽക്കരിക്കുന്ന ആ രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാരിനെ കൂട്ടുകൂടി കേരള സർക്കാർ നമ്മുടെ കേരളത്തെ കൂടി കായുവൽക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് MSF നടത്തിയ ഈ പ്രകടനത്തെ, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി കലഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കലഹം തുടങ്ങിയ അറിയിച്ചുകൊണ്ട് ജയ് MSF. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി MSFിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാദ്ഖാൻ ക്ഷണിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MSFിൻ്റെ ഒക്കെ നേതാക്കന്മാരും പ്രവർത്തകരും മുന്നേ സംസാരിച്ചവർ കൃത്യമായി ഈ PM ശ്രീ പദ്ധതി കേരളത്തിൽ വന്നാലുള്ള, അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയത്തിൽ വന്നാലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചു. ഈ PM ശ്രീ പദ്ധതി NEP നടപ്പിലാക്കില്ല എന്നാണ് നമ്മളെ കേരള സർക്കാർ പറഞ്ഞത്. NEPയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ് ഈ PM ശ്രീ എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. PM ശ്രീയുടെ പ്രധാനപ്പെട്ട 6 പില്ലറുകളിൽ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ വളരെ ഭയക്കേണ്ട 3 പില്ലറുകളുണ്ട് എന്നെല്ലാമാണ് അതിൽ ഒന്നാം പില്ലറാണ് കരിക്കുലം പെഡഗോജിയിൽ ഉണ്ടാകുന്ന മാറ്റം. എന്നാൽ കരിക്കുലം പെഡഗോജിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിന് ശേഷം BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്, നെഹ്റുവിനെയും ഗാന്ധിജിയെയും മാത്രം പഠിച്ചാൽ പോരല്ലോ, അവർ ഗോൾവാക്കറിനെയും സവർക്കറെയും കൂടി പഠിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഗോൾവാക്കറും സവർക്കറൊക്കെ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? സവർക്കർ എന്താണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി നേടിത്തന്നിട്ടുള്ള രാഷ്ട്രീയ നേട്ടം? ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ സവർക്കറെ കൂടി പഠിക്കണമെന്ന് പറയുന്നതിന് എന്ത്
അർത്ഥമാണുള്ളത്. സവർക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി കൊടുത്ത് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത ആളാണ് സവർക്കർ. അത്തരത്തിലുള്ള രാജ്യദ്രോഹികളെ കുറിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കണമെന്നാണ് പറയുന്നത് എങ്കിൽ അത്തരത്തിലുള്ള നയങ്ങളോട് യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സമരം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പില്ലറാണ് ഈ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ ടോപ്പ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളെ. അതായത് മാനേജ്മെന്റ് സ്കൂളുകളുണ്ട് നമ്മളുടെ, ആ സ്കൂളുകളിലെ അല്ലെങ്കിൽ ആ മാനേജ്മെന്റ് കമ്മിറ്റികളിലേക്ക് RSSന്റെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകളുള്ളവർക്ക് വഴി തുറന്ന് അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റികളിലേക്ക് അവർക്ക് എത്തിപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് അത്തരത്തിൽ PMCയിലൂടെ നടക്കുന്നത്. മൂന്നാമത്തെയാണ് ജെൻഡർ ഈക്വാലിറ്റി ലിംഗസമത്വത്തിലൂടെ നമ്മൾ ഭയക്കേണ്ട കാര്യം. അതിലൂടെ ലിബറിസവും മതനിരാസവും കടന്നു വരും എന്നുള്ളത് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് നമ്മൾ കണക്കാണുന്നത്. 1500 കോടി രൂപ നമുക്ക് കേന്ദ്രം തരാനുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ പദ്ധതിക്ക് കേന്ദ്രം തരാനുള്ളത് കൊണ്ടാണ് PMCയിൽ ഒപ്പുവെച്ചത് എന്നാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പറഞ്ഞത്. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞത് 1000 അല്ല 40,000 കോടി തന്നാലും ഇത്തരത്തിലുള്ള RSSന് സ്തുതി പാടുന്ന PMC പദ്ധതിയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന് പിണറായിയുടെ പോലെ 2 ചങ്കൊന്നുമില്ല. പക്ഷേ പിണറായിയുടെ നട്ടെല്ലിന് വാഴപ്പിന്നിയുടെ പകരം അവിടെ നട്ടെല്ല് തന്നെയാണ് ഉള്ളത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഓർമ്മിപ്പിച്ച 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞു നിർത്തുകയാണ്. PMCയിൽ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു എന്നാണ് പറഞ്ഞത്. PMCയിൽ ഒപ്പുവെപ്പിച്ച ഇതേപോലെ തന്നെ NRCയിലും CAയിലും പൗരത്വ ബില്ലിലും ഇവിടുത്തെ സർക്കാരിനെ കൊണ്ട് ഒപ്പുവെപ്പിക്കും എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും CPMന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ രീതിയിൽ ഒരേ മനസ്സോടെ പെരുമാറുമ്പോൾ അതിനെതിരെ പ്രതിഷേധം തീർക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. ഈ സമരം ഒരു സൂചന മാത്രമാണ്. ഇത്തരത്തിൽ വളരെ മനോഹരമായ ഒരു സമരം നടത്തിയിട്ടുള്ള മണ്ഡല MSF കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇത്തരത്തിൽ ഈ തീരുമാനത്തിൽ നിന്നും ഈ സർക്കാർ പിന്മാറിയിട്ടില്ല എങ്കിൽ ഈ സമരത്തിന്റെ രൂപവും കോലവും മാറും. വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഈ മന്ത്രിസഭയ്ക്കും റോട്ടിലിറങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് MSFകാർ സമ്മതിക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ വലിയൊരു പ്രതിഷേധത്തിലൂടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം എത്രത്തോളം PMC എന്ന് പറയുന്ന ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഒരു PMC എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരുന്ന ഒരു കാര്യം നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എത്രത്തോളം ഈ ഒരു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനിയന്മാരും നമ്മുടെ മക്കളുമൊക്കെ സവർക്കറെ കുറിച്ചും ഗോൾവർക്കറെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അത്രത്തോളം മതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ കൃത്യമായ നിലപാടുകളോടുകൂടി നമ്മുടെ രാഷ്ട്രീയവും നമ്മൾ പറയുക എന്നുള്ളത് ഓരോ MSFകാരുടെയും കർത്തവ്യമാണ്. ആ ഒരു കർത്തവ്യത്തിൽ നമ്മൾ ഇവിടെ തുറന്നു കുറിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വാക്കുകൾ ഊർജത്തോടുകൂടി ഉന്നയിക്കേണ്ടതാണ്. ഈ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന MSFന്റെ മണ്ഡലം ഭാരവാഹികളെയും മണ്ഡല പ്രവർത്തകരെയും പഞ്ചായത്ത് ഭാരവാഹികളെയും പഞ്ചായത്ത് പ്രവർത്തകരെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും ജില്ലാ മണ്ഡലം നേതാക്കന്മാരെയും എല്ലാവരെയും ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ എത്തിച്ചേർന്നതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പ്രകടനത്തോട് അവസാനിച്ചതായി അറിയിക്കുകയാണ്. സാധനം പൊട്ടി പിടിച്ചിട്ട് നമുക്ക് ഒന്നും ഫോട്ടോ ഒന്ന് എല്ലാവരും കൂടെ